നാരായണിന്റെ മൂന്ന് ആൺമക്കൾ. ഈ ഒരു മനോഹരമായ പേര് പോലെ തന്നെ മനോഹരമായ സിനിമയാണ്. ആ വീടും ചുറ്റുപാടും ആ പരിസരവും ഇതിലെ ഓരോ പെർഫോമൻസുകളും എല്ലാം വളരെ മനോഹരമാണ്. നാരായണന്റെ മൂന്ന് ആൺമക്കള് ഇവർ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടുന്നതാണ് സിനിമയുടെ കഥ. അമ്മയ്ക്ക് വയ്യാണ്ട് കിടക്കുമ്പോൾ ഈ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടി നമ്മൾ റൂട്ട് ചെയ്ത് തുടങ്ങും. ഇതൊരു സ്ലോ ഫാമിലി ഡ്രാമയാണ് വിച്ച് ഇസ് വെരി വെൽ എക്സിക്യൂട്ടഡ് ആൻഡ് റിട്ടൺ ബൈ ശരൺ വേണുഗോപാൽ. ശരൺ വേണുഗോപാലിന്റെ റൈറ്റിങ്ങും ഡയറക്ഷനും ഈ ഒരു സിനിമയ്ക്കും ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും ലൈഫ് കൊടുത്ത പോലെയാണ് തോന്നിയത്. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും അവരുടെ ഡയലോഗ്സും എല്ലാം ഭയങ്കര റിലേറ്റബിൾ ഫീൽ ആണ് കേട്ടോ. നമ്മൾ എവിടെയൊക്കെയോ ലൈഫിൽ കേട്ടതും കണ്ടതുമായ കുറെ ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് തോന്നാം. ഒട്ടും ഓവർ ദ ടോപ്പ് ആവാണ്ട് ഒരു ബേസിക് മീഡിയമാണ് ഈ സിനിമ കംപ്ലീറ്റ്ലി പിടിച്ചിരിക്കുന്നത്. സീരിയസ് ആണെങ്കിലും ഭയങ്കര നാച്ചുറൽ റിലേറ്റബിൾ ആയ കോമഡികളും നൊസ്റ്റാൾജിയ മൊമെന്റുകളും എല്ലാം ഈ സിനിമയുടെ അകത്തുണ്ട്. ഒരു ഒരു ഈ സിനിമ കണ്ടേ നമ്മൾ തിയേറ്ററിൽ നിൽക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സിനിമ അനുഭവമാണ് നമുക്ക് തോന്നുക. ഇങ്ങനെ തോന്നാൻ വേറൊരു റീസൺ, ജാനുവരിയിൽ ഇറങ്ങിയ മോസ്റ്റ്ലി എല്ലാ സിനിമകളും ത്രില്ലർ സിനിമകളായിരുന്നു. നല്ലൊരു ഫീൽ ഗുഡ് സിനിമയോ നല്ലൊരു ഫാമിലി സിനിമയോ ഒന്നും മോസ്റ്റ്ലി ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടും കൂടി നമുക്ക് ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു റിലാക്സിങ് ഫീൽ കിട്ടും. അപ്പു പ്രഭാകർ വിഷ്വൽസ് ആ ഒരു ജെന്റൽ കാം റിലാക്സിങ് ഫീൽ നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗ്രീനറി എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പു പ്രഭാകർ. എഡിറ്റിംഗ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഭയങ്കര ഇംപ്രസീവ് ആയ കട്ട്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും സീൻ ബൈ സീൻ ഇങ്ങനെ മാറുമ്പോൾ. പിന്നെ കുറെ കാലം കഴിഞ്ഞ രാഹുൽ രാജിന്റെ നല്ലൊരു മ്യൂസിക്കൽ വർക്ക് കാണുന്നത്. സോ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിലെ സോങ്സും എല്ലാം ആ സിനിമയായിട്ട് നല്ല രീതിയിൽ സിങ്ക് ചെയ്ത് പോകുന്നുണ്ടായി. ഇനി പെർഫോമൻസ്. ഇതിലെ മനോഹരമായ ക്യാരക്ടേഴ്സിനെ അതിമനോഹരമാക്കുന്നത് ഇതിലെ അമേസിംഗ് ബ്യൂട്ടിഫുൾ കാസ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ജോജു. ജോജു ആണ് ഈ സിനിമയിലെ ഏറ്റവും ഒരു ലൈക്കബിൾ ക്യാരക്ടർ. അതിന്റെ ഭയങ്കര ഭയങ്കര ഇന്നസെൻസോടെ തന്നെ ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ സുരാജ് വണ്ടർഫുൾ ജോബാണ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സ്പെക്ടാക്കുലർ അല്ലെങ്കിൽ ഗ്രേറ്റ് ആക്ടേഴ്സിനെ ഒറ്റ സിനിമയിൽ അല്ലെങ്കിൽ ഒറ്റ ഫ്രെയിമിൽ കാണുന്നതിന് ഒരു പ്രത്യേക ഒരു സന്തോഷവും ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നു. പിന്നെ അലൻസിയർ മൂത്ത ചേട്ടൻ്റെ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ തോമസ് മാത്യു, ഏറ്റവും എളുപ്പത്തിൽ പറയാനുള്ള ആനന്ദത്തിലെ അക്ഷയ് തിരിച്ചു വന്നിരിക്കുന്നത്. അതിന് വളരെ നന്നായിട്ട് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട് അവന്റെ ക്യാരക്ടർ. ആൻഡ് തോമസിന്റെ പേരെ അഭിനയിച്ച ഗാർഗി അനന്തൻ നന്നായിട്ട് തന്നെ ഭയങ്കര നാച്ചുറൽ, ഭയങ്കര മെച്ചുവേർഡ് ആയിരുന്നു. ഇവരുടെ പേരിങ്, ഇവരുടെ കെമിസ്ട്രിയും നല്ല രസമായിരുന്നു. സജിത മഠത്തിൽ ഉള്ള റോള് നല്ല രീതിയിൽ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷെലി കിഷോർ അവരും നല്ലതായിരുന്നു. ഓവറോൾ ഇതൊരു ഓണസ്റ്റ് ആയി റിയൽ ആയി നല്ലൊരു സിമ്പിൾ ഫാമിലി സിനിമയാണ്. ഇങ്ങനത്തെ മലയാള സിനിമകൾ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ മൂവി.